നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. അറിവിൻ്റെ ആദ്യാക്ഷരം നുകരാൻ മലയാള ഭാഷാ പിതാവിൻ്റെ മണ്ണിൽ ആയിരക്കണക്കിന് കുരുന്നുകളെത്തി. പുലർച്ചെ 5 മണി മുതലാണ് തുഞ്ചൻ പറമ്പിൽ കുട്ടികളുടെ എഴുത്തിനിരുത്തൽ ആരംഭിച്ചത്. അക്ഷരം പകർന്നു നൽകുമ്പോൾ അക്ഷരം കൊണ്ട് പ്രകാശം സമ്പാദിക്കുന്നുവെന്ന് എഴുത്തുകാരൻ PK ഗോപി. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ കവിത ചേർത്ത് മധുരമാക്കിയ തുഞ്ചത്ത് ആചാര്യൻ്റെ മണ്ണിലെത്തി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകാൻ കഴിയുന്നത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നുവെന്നും PK ഗോപി വെട്ടൻ ന്യൂസിനോട് പറഞ്ഞു. വിദ്യയാണ് യഥാർത്ഥ ജ്ഞാനം. അറിവില്ലായ്മ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുമെന്ന് എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. വിഭാഗീയതയ്ക്ക് അതീതമായി അക്ഷരം കുറിച്ചു കൊടുത്ത തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വെട്ടൻ ന്യൂസിനോട് പറഞ്ഞു. തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ബഹുമുഖ വിദ്യാരംഭവും അനുബന്ധമായി നടന്നു. മറ്റെവിടേക്കാളും ഏറെ പ്രാധാന്യത്തോടെയാണ് ഭാഷാപിതാവിൻ്റെ തിരുമുറ്റത്ത് നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളെന്ന് എഴുത്തുകാരൻ മണമ്പൂർ രാജംബാബു. പാരമ്പര്യ എഴുത്താശാന്മാർക്ക് പുറമെ സാഹിത്യകാരന്മാരും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകരുന്നുണ്ട് ഇവിടെ. തിരൂരിലെ കടലോര മേഖലയായ പറവണ്ണ, വാക്കാട്, കൂട്ടായി, പടിഞ്ഞാറക്കര തുടങ്ങിയ ഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കടലോര ജാഗ്രതാ സമിതി യോഗം തിരൂർ പോലീസ് സ്റ്റേഷനിൽ ചേർന്നു. തിരൂർ പോലീസ് സ്റ്റേഷൻ SHO മുഹമ്മദ് റഫീഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സീനിയർ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ-19 വിഭാഗം മലപ്പുറം ജില്ലയ്ക്കായി മത്സരിച്ച് സ്വർണം നേടിയ നിറമരുത് പഞ്ചായത്തിലെ പുതിയ കടപ്പുറത്തിൻ്റെ അഭിമാന താരം KP മുഹമ്മദ് ഷിനാസിനെ അനുമോദിച്ചു. സ്നേഹോപഹാരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമരുത് ഡിവിഷൻ മെമ്പർ VKM ഷാഫി കൈമാറി. മംഗലം പഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികാഘോഷം ഉജ്ജ്വലം. ചേന്നര VVUP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ വിജിത ശശി അധ്യക്ഷത വഹിച്ചു. തൃക്കണ്ടിയൂർ മഹോത്സവത്തോടനുബന്ധിച്ച് സനാതന ധർമ്മവേദി ഏർപ്പെടുത്തിയ സരസ്വതി പുരസ്കാരം ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് അഡ്വക്കേറ്റ് C നന്ദകുമാർ സമ്മാനിച്ചു. തിരൂരിൽ മദ്യവേട്ട 74.5 ലിറ്റർ വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. രഹസ്യവിവരത്തെ തുടർന്ന് തിരൂർ എക്സൈസ് റേഞ്ച് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് കടലൂർ സ്വദേശി കുമരേശൻ അറസ്റ്റിലായത്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ ശീലികൾ അരങ്ങുണർന്ന തുഞ്ചത്തിൻ്റെ മണ്ണിൽ പുതുതലമുറയ്ക്ക് നവ്യാവേശം. ആക്ഷേപഹാസ്യത്തിലൂടെ കുരുന്നു മനസ്സുകളിൽ ശുചിത്വബോധം എത്തിക്കുക എന്ന വേറിട്ട ആശയവുമായി തിരൂർ പൊറൂർ ALP സ്കൂളിൽ അവതരിപ്പിക്കപ്പെട്ട ഓട്ടൻതുള്ളലാണ് വിദ്യാർത്ഥികൾക്ക് പുതുപാഠമായത്. ഗാന്ധി ദിനാചരണത്തിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവൃത്തി സംഘടിപ്പിച്ചു. റിയക്കോ മെമ്പർമാരും ട്രോമ കെയർ വളണ്ടിയർമാരും പങ്കെടുത്തു. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.